ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം പാമ്പാടിയിലാണ്. ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എബ്രഹാം എന്ന് പറഞ്ഞൊരു സാറുണ്ട് ഇവിടെ. പുള്ളിക്കാരൻ നമ്മുടെ ഡെൽമാർക്കിൻ്റെ ഡ്രയറാണ് ഇവിടുത്തെ പച്ചക്കറികൾ, പഴങ്ങൾ, ആളുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളത് കാണിച്ചു തരാനും അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ സാറിൻ്റെ അടുത്തേക്ക് പോകാം. സാറിൻ്റെ അടുത്ത് ചോദിക്കാം എന്തൊക്കെ സാധനങ്ങൾ ഉണക്കുന്നത്, എങ്ങനെയാണ് ഉണക്കുന്നത്, കാര്യങ്ങളെല്ലാം ചോദിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡ്രയറിൻ്റെ അടുത്തേക്കും സാറിൻ്റെ അടുത്തേക്കും പോയിട്ട് എല്ലാ വിശേഷങ്ങളും അറിയാം. അപ്പോൾ ഇതാണ് എബ്രഹാം കുട്ടി സാറ്. അപ്പോൾ സാറ് നമ്മുടെ 3 ട്രേൻ്റെ ഡ്രയറാണ് ഉപയോഗിക്കുന്നത്. 15 കിലോ കപ്പാസിറ്റി ഉള്ളത്. സാറ് എന്തൊക്കെയാണ് ഇതിലിപ്പോൾ ഉണക്കുന്നത്? ഞാനിത് പ്രധാനമായിട്ടും വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് ഈ മാങ്ങാത്തെര എന്ന് പറയുന്ന സാധനം പിടിക്കിട്ടുണ്ടാവും. മാങ്ങാത്തെര അതെന്ത് സംഭവം? മാങ്ങാത്തെര എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഈ പായില് പഴുത്ത മാങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് ലെയറായിട്ട് ഉണങ്ങിയെടുക്കും. ഒരു ദിവസം ഒരു ലെയർ തേക്കും, അത് ഉണങ്ങി കഴിയുമ്പോൾ അടുത്ത ലെയർ വീണ്ടും ഇടും. അങ്ങനെ ഒരു 10-15-20 ദിവസം കൊണ്ട് നല്ല ലെയറാക്കി എടുക്കും. ആ ലെയറാക്കി എടുത്തിട്ടത് മുറിച്ച് പിന്നീട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം, പിന്നീട് വർഷം മുഴുവൻ ഉപയോഗിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതന്ന് ഇപ്പം പായൽ ഉണങ്ങാൻ പറ്റാതെ ഇതിപ്പോൾ നമുക്ക് പിന്നെ ഈ ഡീഹൈഡ്രേറ്ററിൽ തുടങ്ങിയെടുക്കാമെന്ന് ഞാൻ യൂട്യൂബ് വായിച്ചു. അപ്പോൾ മെയിനായിട്ട് അതിനുണ്ട്, എനിക്ക് മാമ്പഴം ഇഷ്ടം പോലെ ഇവിടെ കിട്ടും. പല വെറൈറ്റി മാവ് എനിക്കുണ്ട്. വീട്ടിൽ തന്നെ മാവുകളുണ്ടല്ലേ? വീട്ടിലും ഇവിടെ തന്നെ തൊടി തന്നെ മാവുണ്ട്. കൂട്ടർക്കോണം, കുളമ്പ്, മൂവാണ്ടന്, നാട്ടുമാവ്, ഇങ്ങനത്തെ പലതരം മാവുകൾ എനിക്കുണ്ട്. അതിന്റെ പഴങ്ങൾ ഇഷ്ടം പോലെ സുലഭമായിട്ട് കിട്ടും. അപ്പൊ അതൊക്കെ കുറച്ച് ഉണങ്ങി വെച്ച് പിള്ളേർക്ക് കൊടുക്കാം. അടുത്ത പണ്ടത്തെ രീതിയിൽ ഇങ്ങനെ ഉണങ്ങി വെച്ച് സൂക്ഷിച്ചിരുന്നതൊക്കെ കാണിക്കാം. നമുക്ക് ഉപയോഗിക്കാം, ഉപയോഗിക്കാം, നമുക്ക് ഉണക്കി വെച്ച് ഉപയോഗിക്കാം. പിന്നെ മാങ്ങ പഴം കാൻഡി ഉണ്ടാക്കാം. ചക്കപ്പഴം കൊണ്ട് ഇതേ തന്നെ രീതിയിൽ ഉണ്ടാക്കാമെന്ന് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചക്ക പല വെറൈറ്റി പ്ലാവ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ചക്ക പഴം എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോഴത്തെ പ്രധാനമായിട്ടൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫുഡ് കൾച്ചർ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരും ഫാസ്റ്റ് ഫുഡ് അല്ല, ഡ്രൈ ഫ്രൂട്ട്സ് ഫുഡിന്റെ ഐറ്റമായിട്ട് മാറ്റുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെ അല്ലേ. ഇപ്പം നമുക്ക് നാട്ടിൻപുറങ്ങളിൽ വരെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ കടകളുണ്ട്. അപ്പം വെളിയിൽ നിന്ന് വരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് മിക്കവാറും കൂടുതൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ ഉണക്കിയിട്ട് ഡ്രൈ ഫ്രൂട്ടാണ് നമുക്ക് ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് ചേർക്കാമെങ്കിൽ അത് നല്ല കാര്യമാണ്. ഹെൽത്തിന് നല്ലതായിരിക്കും. നമുക്കൊരു വെറൈറ്റി ഫുഡായി. പിന്നെ ഒരു ഫുഡ് കൾച്ചർ തന്നെ നമുക്ക് മാറിയില്ല. അപ്പൊ അതും കൂടെ ഞാൻ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഈ മാമ്പഴത്തിന്റെ കാലം ആയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മറ്റു പല സാധനങ്ങൾ നമുക്ക് കിട്ടിയ അവസരം കൊണ്ട് ഉണങ്ങി നോക്കി. എന്തൊക്കെയാണ് ഇപ്പൊ ഉണക്കിയുള്ളത്? എന്താണ് ഞാൻ ഉണക്കിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത്തപ്പഴം ചിപ്സ് ആക്കിയിട്ട്, നല്ല പഴുത്ത ഏത്തക്ക ചിപ്സ് ആക്കിയിട്ട് ഞാൻ ഇതിനകത്ത് ഉണങ്ങിയെടുത്തതാണ്. അത് ഇതിൽ ഞാൻ തേനിനകത്തിട്ട് വെച്ചിരിക്കുക. ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത്. കുറേശ്ശെ തേനിനകത്തിട്ട് വെക്കും. ഇത് തീരാറായി, ഇനി ഇത്ര കൂടെ ഉള്ളൂ. ഇത് പഴുത്തുള്ളതല്ലേ? ഇത് പഴുത്ത് ഉണങ്ങി വെച്ചിരിക്കുന്നു. അത് തേനിലാക്കി വെച്ചിരിക്കുക. ഇതിങ്ങനെ നല്ല ടേസ്റ്റിയായിട്ട് കഴിക്കാം. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമുക്കും കഴിക്കാം. പിന്നെ ഞാൻ ഉണങ്ങിയത് മെയിനായിട്ട് ഉണങ്ങിയത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ സവാളയാണ് അല്ലേ? സവാളയാണ് ഇപ്പൊ ഇതിലും ഉണക്കാൻ വെച്ചിട്ടുള്ളത്. ഇതില് ഫുള്ള് സവാളയാണ്. ഇത് ഉണക്കിയിട്ട് ആ ചെപ്പിലാക്കി വെച്ചേക്കാന്നല്ലേ? സവോള അതുപോലെ തന്നെ പച്ചമാങ്ങ ഉണക്കിയതല്ലേ? പച്ചമാങ്ങ സ്ലൈസ് ചെയ്ത് ഉണക്കിയതാണിത്. അത് നല്ലതാ. പച്ചമാങ്ങ നമ്മൾ ഈ ഉണങ്ങിയ മാങ്ങ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പം അത് കുതിർന്ന് വരികയും ആ പച്ചമാങ്ങയുടെ അതേ തന്നെ ടേസ്റ്റ്, വലിയ വ്യത്യാസമില്ലാത്ത ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. കറികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതും പച്ചമാങ്ങ തന്നെയാണ്. ഇത് തക്കാളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഉണങ്ങി നോക്കിയതാണ്. അത് ഞാൻ ടെസ്റ്റ് ചെയ്തു. കാരണം ചൂടുവെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്കിന് ശരിക്കുള്ള തക്കാളിയുടെ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. പിന്നെ പച്ചച്ചക്ക ഉണക്കി നോക്കി. ചക്കയുടെ സീസൺ ആണല്ലോ അല്ലേ? ചക്കയുടെ സീസണായി. പച്ചച്ചക്ക ഉണക്കി നോക്കി കഴിയപ്പോഴാണ് ഞാൻ നേരത്തെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടായിരുന്നു. വെയിലത്ത് വെച്ച് ഉണക്കി കഴിയുമ്പോൾ അതിൻ്റെ നിറവും മാറുന്നുണ്ട്, ടേസ്റ്റും മാറുന്നുണ്ട്.
ഇതാകുമ്പോൾ നമുക്ക് നല്ല കളറിലും ആ ടേസ്റ്റിലും കിട്ടുന്നുണ്ട് അല്ലേ? ഇത് ബ്ലാഞ്ച് ചെയ്തിട്ട് പച്ചച്ചക്ക ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത് അറിയാമായിരിക്കില്ല ആർക്കും. ഇപ്പം തിളച്ച വെള്ളത്തിൽ ചക്ക 2-3 മിനിറ്റ് ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഒന്ന് വാടിക്കഴിയുമ്പോൾ എടുത്ത് ഡ്രൈ ആക്കിയിട്ട് വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞിട്ട് ഇതിനകത്തിട്ട് ഉണക്കിയെടുക്കുന്നത്. ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ചക്കയുടെ നിറം ഒട്ടും പോകുന്നില്ല, അല്ലേ? ഒട്ടും നിറം പോകുന്നില്ല. ഇത് കടിച്ചു നോക്കി കഴിഞ്ഞാൽ ടേസ്റ്റും മാറുന്നില്ല. ടേസ്റ്റും അത് തന്നെയായിരിക്കും. അപ്പോൾ അത് പൊടിക്കാൻ മാത്രമല്ല, ഇത് പിന്നീട് ചക്ക പുഴുക്കായിട്ട് കഴിക്കാനും കുഴപ്പമില്ലായിരിക്കും. ഞാൻ നോക്കിയില്ല, പക്ഷെ വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ മാറുന്നുണ്ട്, കളറും മാറുന്നുണ്ടല്ലേ? വേറെ പിന്നെ എന്താണ് ഞാൻ ഉണക്കി നോക്കിയത്? ഇപ്പം ഇഞ്ചി ആക്കി നോക്കിയതാ. നല്ല രീതിക്ക് തന്നെ സ്മെല്ല് നോക്കിയില്ലേ? നല്ല സ്മെല്ലുണ്ട്. സ്മെല്ലാ. വെയിലത്ത് വെച്ച് ഉണക്കി അത്ര സ്മെല്ല് കിട്ടുകയില്ല. ഇത് നമുക്ക് ഇഞ്ചിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് ഉപയോഗിച്ച് നോക്കിയില്ല. ഇഞ്ചിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെ. കാരണം നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല കളറും, അതേ കളറും ചുക്കിന്റെ അതേ കളറും സ്മെല്ലും അത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ സമയം കൊണ്ട്. ഞാനിത് വാങ്ങിയിട്ട് അധികം ദിവസം ആയില്ല, ഒരു 1.5 മാസത്തിൽ കൂടുതലായില്ല. 1.5 മാസം ആയിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. ഇനിയിപ്പോ മാങ്ങയുടെ ചക്കയുടെ സാധനം ചക്കയുണ്ട്, മാങ്ങയുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. മറ്റേ വേറെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണക്കി നോക്കണം. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മിഷീനെ പറ്റി അറിഞ്ഞത്? മിഷന് ഞാൻ ഒരു 5-6 മാസം മുമ്പ് തന്നെ ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ പറ്റി ആലോചിച്ച് തുടങ്ങിയതാണ്. അപ്പൊ ഞാനിങ്ങനെ പല ഇതിനകത്ത് മറ്റേ പരസ്യത്തിനകത്തും യൂട്യൂബിനകത്തൊക്കെ കയറി ഓരോരുത്തർ ഡ്രയേഴ്സിനെ പറ്റി അന്വേഷിച്ച് ഞാൻ 1-2 സ്ഥലത്ത് ഡ്രയർ പോയി നേരിട്ട് നോക്കുകയും ചെയ്തു. നമ്മുടെ അവിടെ നോക്കിയിരുന്നോ? ഇല്ല, തൃശ്ശൂർ ഞാൻ വന്നില്ല. ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. പക്ഷെ നോക്കിയെടുത്തൊന്നും ഇതിന്റെ ഒരു ഹൈജീനിക് പെർഫെക്ഷൻ ഞാൻ അതിന് കണ്ടില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ഫോട്ടോ എടുത്ത് അതിന്റെ റിവ്യൂ എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നി. അങ്ങനെയാണ് ഇത് ഡെൽമാർക്കിന്റെ തന്നെ വാങ്ങിച്ചത്. പിന്നെ ഇതിനകത്ത് ഫുൾ സ്റ്റീൽ എടുക്കണമെന്നായിരുന്നു, പക്ഷെ അതിന്റെ കോസ്റ്റ് നോക്കിയപ്പോൾ കൂടുതലാണ്. ഇല്ല, നമുക്ക് ഇതന്നെ മതി. വീട്ടാവശ്യങ്ങൾക്ക് എല്ലാവരും ഇത് തന്നെയാണ് മേടിക്കുന്നത്. ഇതന്നെ മതിയാവും. ഇത് എത്ര രൂപയായിരുന്നു കോസ്റ്റ് സാർ മേടിച്ചത്? 28,000 പ്ലസ് GST ആയിരുന്നു. ഇത് 3 ട്രേസ് വരുന്നുണ്ട്. 15 കിലോ അറ്റ് എ ടൈം ഉണക്കാം നമുക്ക്. ഇത് പിന്നെ ഇവിടെ എത്തിച്ചത് ട്രാൻസ്പോർട്ടേഷന് 2,000 രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിട്ട്. കോട്ടയത്തേക്ക് എത്തി. നമ്മൾ തൃശ്ശൂരാണ് സ്ഥലം വരുന്നത്. ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല വെൽ പാക്കേഡ് ആണ്. ഒരു കുഴപ്പമില്ലാതെ കഴിച്ചാൽ നമുക്ക് ഓൾ ഇന്ത്യ തെർമോക്കോളല്ലേ ഇത് കൊടുന്നതിന്റെ തെർമോക്കോൾസ് ആണ്. നമ്മുടെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഡെലിവറി വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് സർവീസിന്റെ ആവശ്യം വന്നില്ലെങ്കിലും എനിക്ക് അത് ആദ്യമായിട്ട് വാങ്ങിച്ചൊരു മെഷീൻ ആയതുകൊണ്ട് പല സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു, റിപ്ലൈ കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും വലിയ മെച്ചമാണ്. പിന്നെ ചോദിക്കാനുള്ളത്, ഇതിലിപ്പോ സാർ നാളികേരം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണക്കി നോക്കിയോ? നാളികേരാണെങ്കിൽ നമുക്ക് ഇതിലൊരു 50 to 60 നാളികേരം ഉണക്കാം നമുക്ക് ഇതില്. ഇതാണ് മെഷീൻ വരുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിതിൽ ടെമ്പറേച്ചറൊക്കെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 55 ഡിഗ്രിയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് പച്ചക്കറികൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ 55 ഡിഗ്രിയിൽ ഉണക്കിയാൽ മതിയാവും. നാളികേരമൊക്കെ ആണെങ്കിൽ നമുക്കൊരു 60 ഡിഗ്രി 65 ഡിഗ്രിനുള്ളിൽ വെക്കാം. പിന്നെ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ മെഷീനെ പറ്റിയിട്ട്? ഉരുളക്കിഴങ്ങ്, കാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, പച്ചപ്പയർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗുണം നഷ്ടപ്പെടാതെ ഇതിനകത്ത് ഉണങ്ങി സൂക്ഷിക്കാമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം. ഇനി സാറെല്ലാം ഒന്ന് ഓരോന്നോരോന്ന് ഉണക്കി നോക്കൂ. പച്ചക്കറികളും പഴങ്ങളും എല്ലാം നമ്മുടെ ഉണക്കിയെടുക്കാം. കളറ് സ്മെല്ലും പോകാതെ തന്നെ എല്ലാം ഉണക്കിയെടുക്കാം. മഴക്കാലം ആകുമ്പോൾ നമ്മള് എല്ലാം ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റില്ലല്ലോ. ഇത് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒതുക്കമുണ്ട്, സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ അതേ ക്വാളിറ്റി തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. സാറിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ മെഷീനെ പറ്റിയിട്ട്? അല്ല, ഇപ്പൊ ഇതുപോലുള്ള എനിക്ക് ഒരു ട്രാൻസ്പോർട്ടിങ്ങിന്റെ കാര്യത്തിലും സർവീസിന്റെ കാര്യത്തിലും ഡെൽമാർക്ക് കമ്പനി എനിക്ക് വിശ്വസ്തത അനുഭവപ്പെടുന്നുണ്ട്. ഇനി അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. എപ്പോൾ വിളിച്ചാലും നമ്മൾ കോൾ എടുക്കുന്നുണ്ട്. അതിന് ഒരു ഉപേക്ഷ വിചാരിക്കുന്നില്ല. നമുക്ക് അഡ്വൈസ് തരുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തുള്ള സാധനങ്ങളൊക്കെ ഉണക്കാനായിട്ട് നമ്മുടെ ഡ്രയർ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. പച്ചക്കറികൾ, പഴങ്ങൾ, ഫിഷ്, മീറ്റ്, നാളികേരം, മുളക്, മല്ലി, ജാതിക്ക എല്ലാ സംഭവങ്ങളും ഉണക്കാം. അപ്പോൾ സാറിൻ്റെ ഇവിടെ മരങ്ങളും മാവ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മാവ്, അതുപോലെ തന്നെ വീട്ടിൽ നാളികേരം, തെങ്ങ് സംഭവങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രയർ വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. ഈ മെഷീൻ വരുന്നത് 550 വാട്ട്സ് ആണ്. മണിക്കൂറിന് 1/2 യൂണിറ്റ് കറണ്ട് ചിലവാകുള്ളൂ. വളരെ കുറച്ച് കറണ്ട് നമുക്ക് ഈ മെഷീൻ പ്രവർത്തിക്കാനായിട്ട് വേണ്ടു. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊരു 3 ട്രേൻ്റെ മെഷീനാണ്, 15 കിലോൻ്റെ. നമ്മുടെ കമ്പനി 3 ട്രേ തൊട്ട് എത്ര ട്രേസുള്ള ഡ്രൈവേഴ്സ് വേണമെങ്കിലും കസ്റ്റം ചെയ്തിട്ട് കസ്റ്റമറുടെ ആവശ്യം നമ്മൾ ഉണ്ടാക്കി നൽകുന്നതാണ്. എത്ര ട്രേസുള്ള ഡ്രൈവർ ആണെങ്കിൽ നമ്മൾ ചെയ്ത് നൽകുന്നതാണ്. വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ ഉണക്കി സൂക്ഷിക്കാം. നമുക്ക് വേണമെങ്കിൽ അടുത്തുള്ള വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നമുക്ക് സപ്ലൈ ചെയ്യാം. നഷ്ടപ്പെട്ടു പോകാൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ മഴക്കാലം ആകുമ്പോഴത്തേക്കിന് കുറേ സാധനങ്ങൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകും. അപ്പം ആ സമയത്ത് നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം, വർഷം മുഴുവൻ ഉപയോഗിക്കാം. പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റായിട്ട് നമുക്ക് വേണ്ടി ഇത് കൊടുക്കാം. എനിക്ക് ഈ മാമ്പഴമൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കിട്ടുന്നത് കൊണ്ട്, മാമ്പഴം ചക്ക പല വെറൈറ്റികൾ ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സാറിന് തന്നെ പറമ്പിലുള്ളത് കാരണം നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട തന്നെ എല്ലാം വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല, എല്ലാം ഉണക്കിയെടുക്കാന്ന് ഇതിൽ. അപ്പോൾ ഇതാണ് ഡ്രയർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയുള്ള ഡ്രയർ മേടിക്കാം. നമ്മുടെ മേടിക്കാനായിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനും ബാക്കിയുള്ള ഡീറ്റെയിൽസിനും വേണ്ടി നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ.